ഏതൊക്കെ ദിവസം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ വന്ന വാട്ടക്കപ്പയും ചിക്കൻ കറിയുമാണ്. വാട്ടക്കപ്പ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരിയ വാട്ടക്കപ്പയാണിത്. വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുകയാണ്. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വരണം. കപ്പയുടെ കൂടിയിട്ട് വേവിക്കാനുള്ള വൻപയറാണ്. ഇത് കുതിർത്തെടുത്തതാണ് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട്. വൻപയറോ ചെറുപയറോ മുതിരയൊക്കെ ഇട്ട് വേവിക്കാം. കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, മഞ്ഞൾ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, ഉപ്പ്, കാന്താരി ഇത്രയുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. കപ്പയൊക്കെ വെന്തിട്ടുണ്ട്, പയറും വെന്തിട്ടുണ്ട്. കപ്പയും പയറും അങ്ങോട്ട് ഒന്നിച്ചിട്ട് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. നല്ലൊരു ആവി കയറണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ലൊന്ന് കുഴച്ചെടുക്കാം. കപ്പയൊക്കെ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറി ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. നല്ലൊരു ചിക്കൻ കറിയും കൂടെ തയ്യാറാക്കാം. ഈസി ആയിട്ട് പെട്ടെന്നൊരു ചിക്കൻ കറി തയ്യാറാക്കാം. ഇപ്പോൾ ചിക്കൻ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടാതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി, സവാള അരിഞ്ഞത്, അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതാണ്. ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, അല്പം കായപ്പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തത്. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് വേകാനായിട്ട് വെക്കാം. തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ 10-15 മിനിറ്റായി. നമ്മൾ തുറന്ന് നോക്കാം. കറിയൊക്കെ നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ചാറൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കാം. കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്